റിലീസിൽ വീണ്ടും അടിപതറിയിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. പാലേരി മാണിക്യത്തിനും വല്യേട്ടനും ശേഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ആവനാഴിക്ക് മോശം പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത്. 1986 സെപ്റ്റംബർ 12-നാണ് IV ശശി സംവിധാനം ചെയ്ത ക്ലാസിക് ആക്ഷൻ ചിത്രം ആവനാഴി തിയേറ്ററുകളിലെത്തിയത്. 38 വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ വീണ്ടും ചിത്രം റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററുകളിൽ ചെറിയ ചലനം പോലും സൃഷ്ടിക്കാനാകാതെയാണ് ചിത്രം കടന്നുപോയത്. ഇതോടെ പാലേരി മാണിക്യത്തിനും വല്യേട്ടനും ശേഷം മമ്മൂട്ടിയുടെ മറ്റൊരു റിലീസ് പരാജയമാവുകയാണ് ആവനാഴി. ആവനാഴിയുടെ റിലീസ് പലയിടത്തും മുടങ്ങിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഒറ്റ ടിക്കറ്റ് പോലും വിറ്റുപോകാതായതോടെയാണ് പലയിടങ്ങളിലും ഷോ ക്യാൻസൽ ആയത്. റിലീസുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുമുള്ള പ്രൊമോഷനും അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും വിമർശനങ്ങളുണ്ട്. സിനിമയുടെ വിഷ്വൽ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ചും വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. 7.1 ശബ്ദ മികവോടെ ഡോൾബി അറ്റ്മോസിൽ പ്രദർശനത്തിന് എത്തുന്നു എന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ വാദം. എന്നാൽ സിനിമയുടെ ക്വാളിറ്റി വളരെ മോശമാണെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം. മമ്മൂട്ടിയുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ താരതമ്യേന മെച്ചപ്പെട്ട പ്രൊമോഷനുമായി എത്തിയ വല്യേട്ടൻ നേരിയ നേട്ടമുണ്ടാക്കിയിരുന്നു. എങ്കിലും 1 കോടിയിൽ താഴെ മാത്രമാണ് വല്യേട്ടൻ റിലീസിൽ നേടിയതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം പാലേരി മാണിക്യത്തിന് ബോക്സ് ഓഫീസിൽ അക്കൗണ്ട് തുറക്കാൻ പോലും ആയില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. റിലീസ് ചെയ്ത സമയത്ത് ആവനാഴി മലയാള സിനിമ അന്നേവരെ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ വിജയമായിരുന്നു. സർവകാല റെക്കോർഡ് ഇനിഷ്യൽ കളക്ഷനോടെ തുടക്കം കുറിച്ച ചിത്രം അന്ന് റിലീസ് ചെയ്ത 20 തിയേറ്ററുകളിലും റെഗുലർ ഷോസോടെ 25 ദിവസം പൂർത്തിയാക്കുന്ന ആദ്യ മലയാള ചിത്രമായി മാറിയിരുന്നു. 100 ദിവസവും കടന്നാണ് ചിത്രം അന്ന് തിയേറ്ററുകളിൽ നിന്ന് പ്രദർശനം അവസാനിപ്പിച്ചത്.